നമ്മൾ നോർമലി രണ്ട് തരം ക്രിമ്പിങ്ങുകളാണ് കേട്ടേക്കുന്നത്. അതായത് എതർനെറ്റ് കേബിൾ ക്രിമ്പ് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ് കേട്ടേക്കുന്നത്. ഒന്ന് സ്ട്രെയിറ്റ് ക്രിമ്പിങ്, അതായത് സ്ട്രെയിറ്റ് ക്രിമ്പിങ്. അടുത്തത് ക്രോസ് ക്രിമ്പിങ്. സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങും ക്രോസ് ക്രിമ്പിങ്ങും, ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള ക്രിമ്പിങ്ങാണ് നോർമലി ഉള്ളത്. സോ എവിടെയാണ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ക്രിമ്പിങ് ഉപയോഗിക്കേണ്ടതെന്നും എവിടെയാണ് നമ്മൾ ഈ ക്രോസ് ക്രിമ്പിങ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. നോർമലി നമ്മൾ ചെയ്യുന്നതെല്ലാം സ്ട്രെയിറ്റ് ക്രിമ്പിങ് ആണ്. ക്രോസ് ക്രിമ്പിങ്ങിൽ അധികം ഉപയോഗിക്കാറില്ല, സ്ട്രെയിറ്റ് ക്രിമ്പിങ് ആണ് ചെയ്യുന്നത്. സോ എവിടെയാണ് സ്ട്രെയിറ്റ് ക്രിമ്പിങ് ആവശ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കിൽ, അതായത് ഒരു മോഡത്തിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക്, അതായത് ഓരോ കമ്പ്യൂട്ടർ, നമുക്കൊരു മൂന്നോ നാലോ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വയ്ക്കാം. സോ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഈ ഒരു മോഡത്തിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുക്കാം. ലാൻഡ് പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കണക്ഷൻ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതായത് ഈ പറഞ്ഞ നമുക്ക് ഈ ഒരു സ്വിച്ചിലേക്ക് ഇവിടെ നിന്ന് മോഡത്തിൽ നിന്നൊരു നേരെ കണക്ഷൻ കൊടുത്തിട്ട് അവിടെ നിന്നും നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറുകളിലേക്ക്, ഈ പറഞ്ഞ കമ്പ്യൂട്ടർ 1, 2, 3 കമ്പ്യൂട്ടറിലേക്കെല്ലാം ഈ മോഡത്തിൽ നിന്ന് ഈ സ്വിച്ച് വഴിയും നമുക്ക് കണക്ഷൻ കൊടുക്കാം. സോ ഇങ്ങനെയുള്ള കണക്ഷൻസൊക്കെ വരുമ്പോൾ നോർമലി വരുന്ന മോഡത്തിൽ നിന്നും ഇത്തരത്തിൽ സ്വിച്ചിൽ കയറി സ്വിച്ചിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക്, ഇങ്ങനൊരു നോർമൽ നെറ്റ്വർക്ക്, ഇങ്ങനത്തെ ഒരു നോർമൽ നെറ്റ്വർക്കിൽ വരുന്ന കണക്ഷൻസ് എല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ക്രിമ്പിംഗ് ആണ് ചെയ്യാറ്. സോ ഇത്തരത്തിലുള്ള സ്ട്രെയിറ്റ് ക്രിമ്പിംഗ് ആണ് ഇത്തരത്തിൽ വരുന്ന നോർമൽ കണക്ഷൻ എല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ ക്രോസ് ക്രിമ്പിംഗ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ക്രോസ് ക്രിമ്പിംഗ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് രണ്ട് കമ്പ്യൂട്ടറുകൾ, അതായത് ഇങ്ങനെ ഒരു രണ്ട് കമ്പ്യൂട്ടറുകൾ, ഇതിപ്പോൾ രണ്ട് കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കാം, 1, 2, ഈ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ നമുക്ക് ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടക്കാനായിട്ട് ഒരു പാച്ച് കോഡ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ കേബിൾ അടിക്കുമ്പോഴാണ് ഈ ഒരു ക്രോസ് ക്രിമ്പിംഗ് ആവശ്യമായിട്ട് വരുന്നത്. സോ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങിൽ ഈ ഒരു കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോസിബിൾ ആകില്ല. ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറിലൊക്കെ അതിനുള്ള ടെക്നോളജി ഉണ്ട്. എന്നാലും നമുക്കിത് നോർമലി ഈ ഒരു ക്രോസ് ക്രിമ്പിംഗ് വരുന്നത് ഇത്തരത്തിലുള്ള അവസരങ്ങളിലാണ്. അതായത് സെയിം ഡിവൈസിൻ്റെ ഡയറക്റ്റ് ടു ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരേ മോഡൽ വരുന്ന ഡിവൈസിനെ, ഒരേ ഡിവൈസിന്, ഇപ്പോൾ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ, അതായത് രണ്ട് ഒരേ മോഡലുള്ള ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്രോസ് ക്രിമ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അല്ലാത്തടത്തെല്ലാം നമ്മൾ നോർമലി എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ക്രിമ്പിംഗ് ആണ് നമ്മൾ കളർ കോഡ് വെച്ച് പഠിച്ചിരിക്കുന്നതും നോർമലി നമുക്ക് ചെയ്യുന്നതൊക്കെ. നോർമൽ കേസിൽ നമുക്ക് സ്ട്രെയിറ്റ് ക്രിമ്പിംഗ് ആവശ്യം വരുന്നുള്ളൂ. ക്രോസ് ക്രിമ്പിംഗ് എപ്പോഴാണ് വരുന്നതെന്ന് മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. കാരണം നോർമലി നമുക്ക് ക്രോസ് ക്രിമ്പിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. നമ്മളൊരിക്കലും അങ്ങനെ ഈ ഒരു എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി നമ്മൾ, അതായത് ഇങ്ങനെ ഒരു കണക്ട് ചെയ്യാറില്ല. നമ്മളിപ്പോൾ ഒരു രണ്ട് ലാപ്ടോപ്പുകൾ തമ്മിലോ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിലോ ഒന്നും ഇതുപോലെ കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇൻ കേസ് അങ്ങനെ ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും മറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ ഷെയറിംഗ് ഒക്കെ സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് സ്വിച്ച് ഉപയോഗിക്കാതെയും മോഡം ഉപയോഗിക്കാതെയും ഒക്കെ ഈ ഒരു ഫയൽ ഷെയറിംഗ് ഇവിടെ സാധ്യമാക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ ക്രോസ് ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങും ക്രോസ് ക്രിമ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിന് വരുന്ന കളർ കോഡ്, അതായത് സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങിൽ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന അതാണെന്ന് AMB സ്റ്റാൻഡേർഡിൽ വരുന്ന കളർ കോഡുകളുണ്ട്. ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ ഇനിയും ഞാൻ അതിനെക്കുറിച്ച് പറയാം. സോ അതാണ് സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ ക്രോസ് ക്രിമ്പിങ്ങിൽ വരുമ്പോഴും കളർ വ്യത്യാസമുണ്ട് രണ്ട് സൈഡിലും വരുന്നത്. സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങിൽ നമ്മൾ നോർമലി ആ ഒരു പാച്ച് കോഡിൻ്റെ രണ്ട് സൈഡിലും ഒരേ കളർ കോഡുകൾ തന്നെയായിരിക്കും. അതായത് ഇവിടെ അടിക്കുന്ന കളർ കോഡ് തന്നെയായിരിക്കും നമ്മൾ നോർമലി ഓപ്പോസിറ്റ് സൈഡിലും അടിക്കുന്നത്. അതേ സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങിൽ അതേ കളർ കോഡ് തന്നെയായിരിക്കും അടിക്കുന്നത്. എന്നാൽ ക്രോസ് ക്രിമ്പിങ്ങിൽ വരുമ്പോൾ, പാച്ച് കോഡിൻ്റെ ക്രോസ് ക്രിമ്പിങ്ങിൽ വരുമ്പോൾ ഈ സൈഡിൽ RJ45ൻ്റെ ഈ സൈഡിലടിക്കുന്ന കളറിലായിരിക്കും നമ്മൾ ഈ ഒരു സൈഡിലടിക്കുന്ന കളർ കോഡ്. അതിന് വ്യത്യാസം ഉണ്ടാവും. അതെന്താണ് എൻ്റെ കളർ കോഡ് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇതാണ് ഒരു സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങും ക്രോസ് ക്രിമ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. സോ ശ്രദ്ധിച്ചിരിക്കുക എന്താണെന്നുള്ളത്. പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ഒരു ചോദ്യം വന്നേക്കാം, പല ഇൻ്റർവ്യൂസിനും വേണമെങ്കിൽ ഈ ഒരു ചോദ്യം വന്നേക്കാം. സോ ഇതാണ് ഒരു സ്ട്രെയിറ്റ് ക്രിമ്പിങ്ങും ക്രോസ് ക്രിമ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം. സോ ഇതിൻ്റെ കളർ കോഡ് ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും.
താങ്ക് യു സോ മച്ച്.